अब काहे कहना बनता है, कह दो ना, मैं शर्मा के कह दूंगी. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായി. അങ്ങനെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു. പിന്നെ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചപ്പാത്തിയും വെജിറ്റബിൾസിൻ്റെ ഒരു സ്റ്റൂ പോലത്തെ ഒരു കറിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴുള്ള അവസ്ഥ ഇതാണ് ടേബിളിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വായിക്കണമെങ്കിലോ എഴുതണമെങ്കിലോ പഠിക്കണമെങ്കിലോ ഒക്കെ ഇതൊന്ന് സെറ്റാക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും എല്ലാ വ്ളോഗിലും എൻ്റെ ഒരു ടേബിൾ ക്ലീനിങ് മസ്റ്റാണ്. അത് സംഭവം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ വായിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യൂല. ലാസ്റ്റ് എല്ലാം കൂടെ മൊത്തത്തിൽ ടേബിൾ ഫുള്ളാവും. അപ്പോൾ അതാണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ടേബിൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്യൂലിംഗോയിൽ ഒരു 10-15 മിനിറ്റ് സ്പാനിഷ് പഠിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗെയിമൊക്കെ പോലെയാണ് കണ്ടിട്ടുള്ളത്. കാരണം നമുക്കിനിപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ലാംഗ്വേജ് അറിയുന്നത് നല്ലതാണല്ലോ. നമ്മളെ ഇപ്പോൾ ജോബിന് നോക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഒരു ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഡ്യൂലിംഗോ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ ഡെയിലി എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി പഠിക്കലില്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിലൊരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊരു ഗെയിമൊക്കെ കളിക്കുന്ന പോലെ തന്നെയാണ്. അല്ലാതെ എന്തോ പഠിക്കുകയാണെന്നുള്ള രീതിക്കുള്ള ഒരു എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് അതൊക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നു. ഉച്ചയ്ക്ക് ഉറങ്ങിക്കണീറ്റ് ഈവനിങ് അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഈ ബുക്ക് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരുപാട് നാളായിട്ടുണ്ട്. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഒരു പകുതിക്കായിട്ടുണ്ടാവും. കാരണം ഇതൊരു റൊമാൻറ്റിക് അങ്ങനത്തെ ഒരു നോവൽ ടൈപ്പാണ്. എനിക്ക് പൊതുവേ ഇംഗ്ലീഷിലെ നോവൽ പെട്ടെന്ന് വായിച്ചു കഴിയില്ല. വായിക്കും, ബട്ട് എന്താ പറയുക, മലയാളം വായിക്കുന്ന അത്ര സ്പീഡിൽ പെട്ടെന്ന് വായിച്ച് കഴിയൂല. അത് സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും ഇതിനേക്കാളും പെട്ടെന്ന് കഴിയും. ഇതിങ്ങനെ ഒരു പേജ് 2 പേജ് അങ്ങനെ വെച്ചിട്ടേ വായിക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ എന്തായാലും പകുതി ആയിട്ടുണ്ട്. അതന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ആ ബുക്കൊക്കെ വായിച്ചു. ആൻഡ് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ജേർണൽ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് നാൾ മുന്നേ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നമ്മൾ ജേർണലൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ആ സീരീസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് നാളായി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ഞാൻ ആദ്യം പിൻട്രസ്റ്റിൽ കുറേ ഇൻസ്പോ ഒക്കെ നോക്കി. പക്ഷേ പിൻട്രസ്റ്റിലൊക്കെ ഭയങ്കര വലിയ വലിയ ഐഡിയാസൊക്കെയാണ്. എന്നെക്കൊണ്ട് എന്തായാലും അത്രക്കൊന്നും താങ്ങൂല. എന്തായാലും വെറുതെ ചെയ്ത് ബോറാക്കുന്നതിലും നല്ലത് ജസ്റ്റ് അത് ഒട്ടിച്ചെടുത്ത് സിമ്പിളായിട്ടൊന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാനിരിക്കുകയാണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്യുമ്പോൾ സോങ്സ് അങ്ങനെ അധികം കേൾക്കാറില്ല. ഞാൻ അധികം ഇങ്ങനെ റിയാക്ഷൻ ചാനൽസോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വ്ലോഗോ കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. സിമ്പിളായിട്ടാട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ആ പ്രിൻ്റ് എടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ ഇങ്ങനെ 2 സൈഡിലും എഴുതി വെച്ചിട്ട് ജസ്റ്റ് ആ ഫോട്ടോസ് ഒട്ടിച്ചെടുത്തിട്ട് അതിനൊരു എന്താ പറയുക ഒരു കളർ കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് പറയാൻ വേർഡ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജേർണൽ സ്പ്രെഡാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ
പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മധുരം കഴിക്കൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രേവിങ്സ് വരും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചൊരു ബ്രൗണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി. അപ്പോൾ അവന് കഴിക്കുമ്പോൾ വെറുതെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഒരു വ്ളോഗാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആൻഡ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാനുള്ള സ്റ്റോറേജ് എൻ്റെ ഫോണിലില്ലായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റിൽ പറയുക. കാരണം അത് കാണുമ്പോഴാണ് എനിക്ക് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.